Good evening. Good evening, ma'am. Good evening, ma'am. Hi, good evening, Bhavana, Sharanya, Anju. Good evening, ma'am. Good evening, Sharanya. Then Alfie. Alfie alle. Okay, Ansel. Good evening, ma'am. Good evening, Monisha. Monisha എന്നല്ലേ പേര്? Good evening, ma'am. Good evening, Miss. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, Harifa. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അമൃത പ്രേയറിന് റെഡി ആണോ അമൃത? Ready, ma'am. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. Every day is a new beginning. Take a deep breath, smile, and start again. Always believe something wonderful is about to happen in my life. Live and enjoy every moment of life. Thank you, Miss. ഓക്കെ അമൃത, നല്ലൊരു പ്രെയർ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കുറെ നാളെ ഈ ചാപ്റ്റർ തുടങ്ങിയിട്ടല്ലേ, ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ക്ലാസ്സിന് വരുന്നതിന് മുൻപ് നമ്മൾ എടുത്തതൊക്കെ ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു, നമുക്കൊരു ഓർമ്മ കിട്ടില്ല എന്തൊക്കെ പഠിച്ചു. നമ്മൾ വൺസ് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ഉള്ളൂല്ലോ. റീഡ് ചെയ്ത് നോക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ദീപ്തി എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചത്? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാവോ, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ദീപ്തി ഓർ എനിബഡി, ആർക്കറിയാവുന്നത് എന്തൊക്കെ കാര്യങ്ങൾ? ഭാവന എവിടെ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സില് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ് അതാ പറഞ്ഞത്. അതായത് കുട്ടികളിൽ ഉണ്ടാവുന്ന ആ ഇമോഷൻസ്, അതായത് വാശി, ദേഷ്യം, അങ്ങനെയുള്ള ഇമോഷൻസിനെ കുറിച്ചും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവര്, അതായത് അത് ഓരോ ഏജിൽ ഏതൊക്കെ രീതിയിലുള്ള ഇമോഷൻസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അതായത് 6 to 12 years ആകുമ്പോൾ ഒരു ഷെയിം, ഗിൽറ്റി, പ്രൗഡ്, അങ്ങനെ ഓരോ ഇയേഴ്സ് വരുമ്പോഴത്തേക്ക് അവരുടെ ഇമോഷൻസിന്റെ ആ ഒരു ഇമോഷൻസ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്താണ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഈ പ്രൈഡ് ഒക്കെ കാണുന്നത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിലാണ്. ആ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, കുട്ടികൾക്ക് ഇത്ര ഇമോഷൻസിനെ കുറിച്ച് അവെയർ അല്ല അവരല്ലേ. ഈ പ്രൈഡ് എന്താണ്, അല്ലെങ്കിൽ ഗിൽറ്റി എന്താണ്, അത്തരം ഫീലിങ്സിനെ കുറിച്ച്, ഇമോഷൻസിനെ കുറിച്ച് കുട്ടികൾ അവെയർ അല്ല, അവർക്കറിയില്ല. കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോഴാണ്, വളർന്നു കഴിയുമ്പോഴാണ് കുട്ടികളിൽ ഇത്തരം ഇമോഷൻസ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഇമിറ്റേഷൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറയും. ഓക്കെ, അതെവിടുന്ന സ്പിരിച്വൽ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എവിടുന്ന? ആ കുട്ടിയുടെ സറൗണ്ടിങ്സ്, ആ കുട്ടി വളർന്നു വരുന്ന ആ ചുറ്റുപാടിൽ നിന്നും കുട്ടികളുടെ ഇത്തരം സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പാരന്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാരന്റ്സ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് കണ്ടിട്ടായിരിക്കാം ചെറുപ്പത്തിലെ കുട്ടികളിൽ ഇത്തരം സ്പിരിച്വൽ ലൈഫ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെന്തൊക്കെയായിരുന്നു? പിന്നെ ഫാക്ടേഴ്സ്, ലേണിംഗ്, സോഷ്യൽ ഇന്ററാക്ഷൻ, സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, ആ 2 പോയിന്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റേജസ് ആണ്. ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു മോണ്ടിസോറി പറയുന്നത് അനുസരിച്ച് ഡെവലപ്മെന്റിന് മെയിൻലി 2 സ്റ്റേജസ് ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ഡെവലപ്മെന്റിന് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, വളർച്ചയ്ക്ക് മെയിൻലി 2 സ്റ്റേജസ് ഉണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഏതൊക്കെയാണ് 2 സ്റ്റേജസ്? ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഓക്കെ, മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഗ്രോത്തിന് 2 സ്റ്റേജസ് ആ ഉള്ളത്. ഏതൊക്കെയാ 2 സ്റ്റേജസ്?
അഡൽട്ട്ഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ്. ഓക്കെ, ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചൈൽഡ്ഹുഡ് എന്താ? കുട്ടിക്കാലം അല്ലെ? അഡൽട്ട്ഹുഡ് എന്താ അപ്പോ? അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുതിർന്നു കഴിയും. ആ, മുതിർന്നവരല്ലേ, ആ ഒരു തിരിച്ചറിവുണ്ടാകുന്ന ആ പ്രായം. ഓക്കെ, മുതിർന്ന പ്രായം. ഓക്കെ, അതിനെയാണ് നമ്മൾ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഗ്രോത്തിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറയുന്നു. മെയിൻലി 2 സ്റ്റേജസ് ആണ് പറയുന്നത്, അഡൽട്ട്ഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ്. ഓക്കെ, ചൈൽഡ്ഹുഡ് എന്നും അഡൽട്ട്ഹുഡ് എന്നും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഈ 2 സ്റ്റേജസിനെയും പിന്നെ മോണ്ടിസോറി ഡിവൈഡ് ചെയ്യുന്നത് ഡിഫറെന്റ് പീരീഡ്സിലോട്ടാണ്. ഓക്കെ, അഡൽട്ട്ഹുഡ് നമുക്കറിയാം കുട്ടിക്കാലമാണ്. ഈ കുട്ടിക്കാലത്തെ എഗെയിൻ മോണ്ടിസോറി എന്താണ്? 2 പീരീഡിലോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണത്? അതായത് മെയിൻലി 2 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ചൈൽഡ്ഹുഡ് ഉണ്ട്, അഡൽട്ട്ഹുഡ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റേജസിനെ മെയിൻലി 4 പീരീഡ്സിലോട്ട് ഇവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് 4 പീരീഡിലോട്ട് ഇതിനെ മാറ്റുന്നുണ്ട്, ഈ 2 സ്റ്റേജസിനെ. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഓക്കെ, 4 പീരീഡിലോട്ട് ഇവര് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഈ ചൈൽഡ്ഹുഡിനെ 2ആയിട്ടും അഡൽട്ട്ഹുഡിനെ 2ആയിട്ടുമാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 4 പീരീഡ് വരുന്നത്. ക്ലിയർ ആണോ? ആ ഫസ്റ്റ് 2 പീരീഡ് വരുന്നതും ചൈൽഡ്ഹുഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് 2 പീരീഡ് വരുന്നത് എവിടെയാണ്? അഡൽട്ട്ഹുഡിലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആകുന്നുണ്ടോ? എന്തോ? ക്ലിയർ ആണ്. ഓക്കെ, മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഗ്രോത്തിന് മെയിൻലി 2 സ്റ്റേജസ് ഉണ്ടെന്നാ പറയുന്നത്. 2 സ്റ്റേജസ് ഏതൊക്കെയാ? ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. ഈ 2 സ്റ്റേജസ് ആണ് ഉള്ളത് ഗ്രോത്തിന്. ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും ആണ്. ഓക്കെ, എഗെയിൻ ഈ ചൈൽഡ്ഹുഡിനെയും അഡൽട്ട്ഹുഡിനെയും 4 പീരീഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചൈൽഡ്ഹുഡിനെ 2ആയിട്ടും അഡൽട്ട്ഹുഡിനെ 2ആയിട്ടും അവര് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ചൈൽഡ്ഹുഡിൽ വരുന്ന പീരീഡ്? ഫസ്റ്റ് പീരീഡ് ആൻഡ് സെക്കൻഡ് പീരീഡ്. ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഫ്രം ബർത്ത് മുതൽ 6 ഇയേഴ്സ്. ഓക്കെ, 0 to 6 ആണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ജനിച്ച നിമിഷം മുതൽ 6 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തെയാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 6 to 12. 6 to 12 ഇതാണ് സെക്കൻഡ് പീരീഡ്. ക്ലിയർ ആണോ? 0 to 6 ആണ് ആ ബർത്ത് ടൈം മുതൽ 6 ഇയേഴ്സ് വരെ ആകുന്നതിനെയാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് പീരീഡ് അത് കഴിഞ്ഞിട്ട് എന്താ? 6 to 12 അതിനെയാണ് സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ മോണ്ടിസോറിയുടെ ഇതിൽ എങ്ങനെയാണ് ചൈൽഡ്ഹുഡ് എത്ര ഇയർ വരെയാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയപ്പെടുന്നത്? 12 years വരെ. ഫ്രം ബർത്ത് ടു 12 ഇയേഴ്സ് വരെയാണ് ചൈൽഡ്ഹുഡ് എന്ന് അറിയപ്പെടുന്നത്. ഈ ചൈൽഡ്ഹുഡിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 0 to 6 വരെ ഫസ്റ്റ് പീരീഡും 6 to 12 വരെ സെക്കൻഡ് പീരീഡുമായിട്ട് അവര് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെല്ലാം അഡൽട്ട്ഹുഡ് ആണ്. ഓക്കെ, 12 ഇയേഴ്സിന് ആഫ്റ്റർ വരുന്നതെല്ലാം എന്താണ്? അഡൽട്ട്ഹുഡ് സ്റ്റേജസ് ആണ്. അത് ഏതൊക്കെയാ? 12 to 18. ഓക്കെ, 12 മുതൽ 18 വയസ്സ് വരെ എന്ത് തേർഡ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. തേർഡ് പീരീഡ് അഡൽട്ട്ഹുഡിലെ തേർഡ് പീരീഡ് ആണ് 12 to 18 വരെ. 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം തേർഡ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫോർത്ത് പീരീഡ് എന്തായിരിക്കും? 18 മുതൽ 18 to എങ്ങനെയാണ്? 24 ഇയേഴ്സ് വരെ, 24 വയസ്സ് വരെ എങ്ങനെയാണ്? ഫോർത്ത് പീരീഡ്. അതായത് ഫൈനൽ സ്റ്റേജ് ആണ് 18 to 24. ക്ലിയർ ആവുന്നുണ്ടോ? ഫോർത്ത് പീരീഡ്. അതിന് അവർ ഈ 4 സ്റ്റേജസ് ഉണ്ടല്ലോ, 4 പീരീഡ്സ് ഉണ്ടല്ലോ, അതിനെ മോണ്ടിസോറി വിളിക്കുന്നത് ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നാണ്. ഫോർമേറ്റീവ് പ്ലെയിൻസ്. ഓക്കെ, അപ്പൊ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് പറഞ്ഞ എന്താ? ആൽഫ ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് പറഞ്ഞ എന്താ? ഈ 4 പീരീഡിനെയും മോണ്ടിസോറിയിൽ പറയുന്ന പേരാണ് ഫോർമേറ്റീവ് പ്ലെയിൻസ്. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ 4 സ്റ്റേജസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പേരാണ് എന്ത്? ഒരു സ്റ്റേജ് ആണ് ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ ഫോർമേറ്റീവ് പ്ലെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 4 സ്റ്റേജസ് ഏതൊക്കെയാ? ഫസ്റ്റ് പീരീഡ്, ഫസ്റ്റ് പീരീഡ് ഉണ്ട്. സെക്കൻഡ് പീരീഡ്, ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, ബർത്ത് ടു ഏജ് വരെ, 6 ഏജ് വരെ. ബർത്ത് ടു എങ്ങനെയാണ്? 6 ഇയേഴ്സ്, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എന്താണ്? ഫസ്റ്റ് പീരീഡ്. ഓക്കെ, സെക്കൻഡ് പീരീഡ് സെക്കൻഡ് പീരീഡ്.
12 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സെക്കൻഡ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ രണ്ട് പീരീഡും ഏതിലാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? ഏത് സ്റ്റേജിലാണ് ഇൻക്ലൂഡഡ്? ചൈൽഡ്ഹുഡ്. രണ്ട് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഗ്രോത്തിന് രണ്ട് സ്റ്റേജസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആൻഡ് അഡൾട്ട്ഹുഡ് സ്റ്റേജ്. അപ്പൊ രണ്ട് പീരീഡും വരുന്നത് ചൈൽഡ്ഹുഡ് സ്റ്റേജിലാണ്. ഓക്കെ. നെക്സ്റ്റ് ഏത് സ്റ്റേജാ ഉള്ളത്? അഡൾട്ട്ഹുഡ്. അഡൾട്ട്ഹുഡ് ആണ്. അഡൾട്ട്ഹുഡിൽ വരുന്ന പീരീഡ് ഏതൊക്കെയാ? തേർഡ് ആൻഡ് ഫോർത്ത്. തേർഡ് ആൻഡ് ഫോർത്ത്. തേർഡ് ഫ്രം സ്റ്റാർട്ടഡ് ഫ്രം 12 to 18 years. 12 to 18 years. 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ തേർഡ് പീരീഡിൽ കാണപ്പെടുന്നത്. ആൻഡ് ഫൈനൽ ഫോർത്ത് പീരീഡ് എങ്ങനെയാ? 18 to 24. 18 to 24 വരെ കാണപ്പെടുന്നത് ഈ ഫോർത്ത് പീരീഡിലാണ്. ഓക്കെ. ഈ രണ്ട് പീരീഡും എന്താണ്? അഡൾട്ട്ഹുഡ് സ്റ്റേജ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മാം ഫോർമേറ്റീവ് പ്ലേസ് എന്നാണ് പറഞ്ഞത്. PHSC ആണോ? PLANES. PLANES. യെസ്, പ്ലെയിൻ. ഓക്കെ. അപ്പൊ എന്തായിരുന്നു ഫോർമേറ്റീവ് പ്ലേസ്? ഈ 4 സ്റ്റേജ്, ഈ 4 പീരീഡ്സ് ഇൻക്ലൂഡഡ് ചെയ്തിരിക്കുന്നതിനെ മോണ്ടിസോറി പറയുന്നതാണ് ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് പ്ലെയിൻസിൽ മെയിൻലി എത്രയാണ്? 4 പീരീഡ്സ് ഉണ്ട്. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ആദ്യത്തെ രണ്ട് പീരീഡ് ഏത് സ്റ്റേജിലാ വരുന്നത്? ഏത് സ്റ്റേജിലാ? ചൈൽഡ്ഹുഡ് സ്റ്റേജിലാ വരുന്നത്. ഓക്കെ. രണ്ടാമത്തെ ബാക്കി വരുന്ന രണ്ട് പീരീഡ് ഉണ്ട്. ഏതൊക്കെയാ? തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഈ രണ്ട് പീരീഡും വരുന്നത് അഡൾട്ട്ഹുഡ് സ്റ്റേജിലാണ്. ഓക്കെ. ക്ലിയർ ആണോ? അപ്പോ ഈ ഡെവലപ്മെന്റിനനുസരിച്ച് ഓരോ സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു ഡെവലപ്മെന്റിലാണ്. ഗ്രോത്തിന് എന്താ? ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും വ്യത്യാസം എന്താ? എന്താ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ? ഡെവലപ്മെന്റ് ആകുമ്പോൾ ഫിസിക്കലിലും മെന്റലി എല്ലാം വളർച്ച വരും. ഓവറോൾ ചേഞ്ചസ് ആണ് അല്ലെ? എല്ലാ മാറ്റങ്ങളും ഇതിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ മാറ്റങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഗ്രോത്ത് എന്ന് പറയുമ്പോ എന്താ? വളർച്ച മാത്രം. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ലെ? ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണ്. ഓക്കെ, 1 സെക്കൻഡ്. റിജു, പേജ് നമ്പർ 11. പേജ് നമ്പർ 11. ഓക്കെ. ഇത് കണ്ടോ? സ്ക്രീൻ ക്ലിയർ ആണല്ലോ ഇപ്പോ? ഫസ്റ്റ് രണ്ട് സ്റ്റേജ് കണ്ടോ? 0 to 6 ആൻഡ് 6 to 12. ഓക്കെ. കാണാമോ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് രണ്ട് സ്റ്റേജ് കണ്ടോ? ചൈൽഡ്ഹുഡ് ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് ആണ് അഡൾട്ട്ഹുഡ് സ്റ്റേജ്. ഓക്കെ. ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ രണ്ട് പീരീഡ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പീരീഡ് ആൻഡ് സെക്കൻഡ് പീരീഡ്. 0 to 6 ആൻഡ് 6 to 12. ഈ ഏജസിൽ വരുന്ന രണ്ട് പീരീഡ് ഏത് സ്റ്റേജിലാ വരുന്നത്? ചൈൽഡ്ഹുഡ് സ്റ്റേജിലാണ് വരുന്നത്. ആൻഡ് അഡൾട്ട്ഹുഡ് സ്റ്റേജിൽ ഏതൊക്കെ പീരീഡ്സാ വരുന്നത്? തേർഡ് ആൻഡ് ഫോർത്ത്. ഏത് ഏജസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? 12 to 18 and 18 to 24. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തായിരുന്നു? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. എന്തായിരുന്നു ഗ്രോത്ത്? ഡെവലപ്മെന്റ് എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് ഉള്ളി ഫിസിക്കൽ ചേഞ്ചസ്, നമ്മൾ കാണുന്ന ചേഞ്ചസ് ആണ്. ഫിസിക്കലി കാണുന്ന ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല, പലതരം അവരുടെ മെന്റൽ ഹെൽത്ത്, ഓക്കെ, മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, മോട്ടോ ഡെവലപ്മെന്റ്, അങ്ങനെ പലതരം ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ഓവറോൾ ചേഞ്ചസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രോത്ത് എങ്ങനെയാണ്? മെഷറബിൾ ആണോ ഗ്രോത്ത്? ഗ്രോത്ത് മെഷറബിൾ ആണോ? മെഷർ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഗ്രോത്ത്? വളർച്ച മെഷർ
മെഷർ ചെയ്യാൻ പറ്റുമോ? എന്താണ് പറ്റും മാം. മെഷർ ചെയ്യാൻ പറ്റും. ആണ് ഫിസിക്കൽ, അവരുടെ വെയിറ്റ്, അവരുടെ ഹൈറ്റ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. സൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അവരുടെ ഗ്രോത്ത് മെഷറബിൾ ആണ്. വേറെ ഡെവലപ്മെന്റ് എങ്ങനെയാ മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ക്ലാസ്സിലാണോ? പഠിച്ചായിരുന്നു മാം. അപ്പൊ പറയൂ, എന്തൊക്കെയാണ് ഡിഫറൻസ്? ഗ്രോത്ത് എങ്ങനെയാണ്? മെഷറബിൾ ആണ്. ഡെവലപ്മെന്റ് മെഷറബിൾ അല്ല. ഓക്കെ, പിന്നെന്താ ഒരു വ്യത്യാസം കൂടി ഉണ്ടല്ലോ. ഗ്രോത്ത് എങ്ങനെയാണ് മാം? ഗ്രോത്ത് ഒരു പ്രായമാകുമ്പോ സ്റ്റോപ്പ് ആവും, പക്ഷെ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? ഗ്രോത്ത് നമ്മൾ മെച്യൂരിറ്റി അച്ചീവ് ചെയ്താലേ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവും അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല്ലൊക്കെ എങ്ങനെയാണ്? അത് വളർച്ച കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും വളരോ? ഇല്ല, ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. പക്ഷെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചതൊക്കെ മറന്നു പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കണം ടൈം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ കുട്ടികളുടെ ഈ ഡെവലപ്മെന്റൽ സ്റ്റേജസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ആരാണ്? കുട്ടികൾ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലായിരിക്കും അല്ലേ? സ്കൂളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, നമുക്കറിയാം കുട്ടികൾ എങ്ങനെയാണ്. ഈ ഓരോ സ്റ്റേജിൽ ഉൾപ്പെടുന്ന കുട്ടികളുണ്ട്. അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് എന്തിനാ ആക്ടിവിറ്റീസ് നൽകേണ്ടത്? എന്തിനാ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് നൽകുന്നത്? എന്തിനു വേണ്ടി ആക്ടിവിറ്റീസ് നൽകുന്നത്? ടൈം പാസിന് വേണ്ടിയാണോ ആക്ടിവിറ്റീസ് നമ്മളിങ്ങനെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടി ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്? മോനിഷ കണ്ടിന്യൂ. എന്താണ് മോനിഷ, എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവരുടെ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെന്ത് പറയാം രാഖി? അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന്. ഓക്കെ, കുട്ടികളിൽ പലതരം സ്കില്ലുണ്ട് കുട്ടികൾക്ക്. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്യാനാണ്. പിന്നെ ഹാരിഫയുടെ ഒപ്പീനിയൻ എന്താ? എന്തിനു വേണ്ടി ആക്ടിവിറ്റീസ് നൽകുന്നത് കുട്ടികൾക്ക്? എന്തിനു വേണ്ടി ആയിരിക്കാം ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹാരിഫ, അവർക്ക് ആക്ടിവിറ്റീസിലൂടെ ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം ആക്ടിവിറ്റീസ്? കുട്ടികളുടെ സ്കിൽസ് ആൻഡ് നോളജ് വളർത്തിയെടുക്കാൻ വേണ്ടി. ഡെവലപ്പ് ചെയ്യാം. അതിലൂടെ എന്താണ്? നോളജ് ഡെവലപ്പ് ചെയ്യാം അല്ലെ? പുതിയ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാ മോണ്ടിസോറി എൻവയോൺമെന്റിൽ? നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എങ്ങനെയാ? നമ്മളൊക്കെ എങ്ങനെയാ വളർന്നു വന്നത്? എങ്ങനെയാ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചത്? എങ്ങനെയാ? ട്രഡീഷണൽ മെത്തേഡ് വഴി. ട്രഡീഷണൽ മെത്തേഡ് എന്തായിരുന്നു? നമ്മൾ പഠിച്ച രീതി എന്തായിരുന്നു? അതൊരു ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് ആയിരുന്നു. ടെക്സ്റ്റ് ബുക്ക് നോക്കി പറഞ്ഞു തരുന്നു, കുട്ടികൾ അത് കാണാപ്പാഠം പഠിക്കുന്നു. ഓക്കെ ഭാവന. മോനിഷ, നമ്മൾ പഠിച്ചു വന്ന രീതി എങ്ങനെയായിരുന്നു? നമ്മൾ കാണാപ്പാഠം പഠിച്ചു ബൈഹാർട്ട് ആക്കിയ ചെയ്തിരുന്നത്. ബൈഹാർട്ട് ചെയ്ത് അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഉള്ള റിയാക്ട് ചെയ്ത് അങ്ങനെയാണോ പഠിച്ചു വന്നത്? അല്ല, നമ്മൾ ജസ്റ്റ് ടീച്ചർ എന്താണോ പറഞ്ഞത് അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കുട്ടികൾ അതേപോലെ തന്നെയാ. വീടുകളിൽ ടീച്ചർ എന്താണോ പറഞ്ഞത് അതാണ് കുട്ടികൾക്ക് കറക്റ്റ് അല്ലെ? നമ്മൾ വീടുകളിൽ വന്നെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ സമ്മതിക്കുവോ? അങ്ങനെയാണോ? നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാ? എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. മിസ് ഇങ്ങനെ തന്നെയാ പറഞ്ഞതാണെന്ന് പറയുള്ളൂ. എന്താ പഠിച്ചത് അതാണ് കറക്റ്റ് അല്ലേ? ആ ഒരു മെത്തേഡിലാണ് കുട്ടികൾ നമ്മൾ വളർന്നു വന്നത്. അങ്ങനെയാണ് അല്ലേ? പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണ്? അവിടെ എങ്ങനെയാണ് കുട്ടികൾ ഓരോ അറിവുകൾ നേടുന്നത്? എങ്ങനെയാ? എല്ലാം എക്സ്പീരിയൻസ് ചെയ്താണ് അല്ലെ? എല്ലാം എക്സ്പീരിയൻസിലൂടെയാണ് അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, നോളജ്, പുതിയ അറിവുകൾ നേടുന്നത്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? ആക്ടിവിറ്റീസിലൂടെയാണ്. ഓക്കെ, ഈ എല്ലാ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസ് ചെയ്താണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണോ? എന്തൊക്കെയാ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ, പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അതൊക്കെ മറന്നുപോയോ? എന്തൊക്കെയായിരുന്നു മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകതകള്? ഫ്രീഡം ഉണ്ട്. കുട്ടികൾക്ക് എങ്ങനെയാണ്? ധാരാളം ഫ്രീഡം ഉണ്ട്. എന്തിനുള്ള ഫ്രീഡമാ ഉള്ളത്?
ചോയ്സ് അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തെരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. എന്ത് കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ചെയ്യണം, അത് എത്ര നേരം ചെയ്യണം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, ഓക്കെ, അതിനെല്ലാമുള്ള ഫ്രീഡം മോണ്ടിസോറി എൻവയോൺമെന്റ് ആ ക്ലാസ് റൂം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്. പിന്നെന്താ പ്രത്യേകത? മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്താ? എന്തൊക്കെ പ്രത്യേകതകളാ ഉള്ളത്? ഫ്രീഡം മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക്? മോനിഷ പറയൂ, എന്ത് പ്രത്യേകതകളാ മോണ്ടിസോറി എൻവയോൺമെന്റും കമ്പയർ ടു ട്രഡീഷണൽ മെത്തേഡിനെ അപേക്ഷിച്ച് എന്തൊക്കെ പ്രത്യേകതകളാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉള്ളത്? മോണ്ടിസോറി ഫ്രീഡം ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് അവർക്ക് ചോയ്സ് ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റിയിലൂടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്ടിവിറ്റി സെലക്ട്, ഇഷ്ടമുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ചോയ്സ്, ഫ്രീഡം ഉണ്ട്. കൂടാതെ എന്താണ്, അത് എത്ര നേരം ചെയ്യണം? ഇപ്പൊ ആ കുട്ടിക്ക് ഓക്കെ ചെയ്യണ്ട, ആ കുട്ടിക്ക് എപ്പോഴാണോ അവന് സ്വന്തം ഇഷ്ടത്താല് ചെയ്യുന്നത്, അവിടെ ആരും കമ്പല് ചെയ്യാനില്ല. കമ്പല് ചെയ്യാനായിട്ട് ആരുമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? കുട്ടിയുടെ ഓൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവന് ഇഷ്ടത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനുമുള്ള ഫ്രീഡം ആ കുട്ടിക്കുണ്ട്. പിന്നെ ടീച്ചറിന്റെ റോൾ എന്താ? ടീച്ചറിന്റെ റോൾ എന്താ മോണ്ടിസോറി എൻവയോൺമെന്റില്? നമ്മൾ പഠിച്ചു വന്ന പോലെ നമുക്ക് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് തരുന്നതാണോ, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നതാണോ? ഒബ്സർവ് ആണല്ലേ? മോണ്ടിസോറിയിലെ ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ഓക്കെ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എന്താണ്, ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഒരു ജസ്റ്റ് ഒബ്സർവർ ആണ് മോണ്ടിസോറിയിലെ ടീച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? അവിടുത്തെ ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അപ്പാരറ്റസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അവർ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അപ്പാരറ്റസ് ആയിക്കോട്ടെ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അവരുടെ കുട്ടികളുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ചായിട്ട് കണ്ടിന്യൂ, എല്ലാവർക്കും ചാൻസ് തരാം. പറയൂ, രാഖിയുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ രാഖിയുടെ ഇതിലെന്താ മോണ്ടിസോറിയുടെ അപ്പാരറ്റസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? മാം, മോണ്ടിസോറി ക്ലാസ് റൂമിൽ അവർക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന കറക്റ്റ് സൈസിലും ഡ്യൂറബിളും ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം. അതായത് പ്രായത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെ? കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അപ്പാരറ്റസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? പിന്നെ ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മോനിഷ എന്താണ് അപ്പാരറ്റസിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെ പ്രത്യേകതകളാ മോനിഷയ്ക്ക് തോന്നിയിട്ടുള്ളത്? ഓരോ കുട്ടികളുടെ ചോയ്സിനനുസരിച്ചിട്ടാണ് അവിടെ ആക്ടിവിറ്റീസ് നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അത് നമ്മൾ പറഞ്ഞു അല്ലെ? എങ്ങനെയാണ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഓരോ പ്രായത്തിനനുസരിച്ചുള്ള അപ്പാരറ്റസ് അവിടെ ഉണ്ടായിരിക്കും. അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് തന്നെ സെലക്ട് ചെയ്ത ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മളാരും കമ്പൽ ചെയ്യിക്കില്ല. ഓക്കെ. ദെൻ ഹാരിഫ, എന്താ ഹാരിഫ? വേറെന്തെങ്കിലും ഇതൊരു ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ അപ്പാരറ്റസിന്റെ കാര്യത്തില്? കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള അപ്പാരറ്റസ്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആകുന്ന തരത്തിലുള്ള, ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള അപ്പാരറ്റസ് ആയിരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കാണുമ്പോൾ ചിലപ്പോൾ തന്നെ അതിന്റെ കളർ വൈസ് ആയിരിക്കാം. കളർ കണ്ട് കുട്ടികൾക്ക് അട്രാക്റ്റഡ് ആവും അല്ലെ? പിന്നെ എങ്ങനെയായിരിക്കും? സൈസ് കണ്ടിട്ട്, അതിന്റെ ഷേപ്പ് കണ്ടിട്ട്. ഓക്കെ, അങ്ങനെ കുട്ടികളെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, ഓക്കെ, ഇൻട്രസ്റ്റ് അവരിൽ എങ്ങനെ ഉണർത്താൻ തുടങ്ങിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അവിടെ അപ്പാരറ്റസ്, അത്തരത്തിലുള്ള രീതിയിലാണ് അപ്പാരറ്റസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? രാഖി ഓർ ദീപ്തി, അപ്പാരറ്റസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? വേറെ പ്രത്യേകതകളൊന്നുമില്ല ഇത്തരം അപ്പാരറ്റസിന്? അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതായത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെന്താണ്? വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുട്ടികള് റിയാലിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പ്രവർത്തിക്കുന്നത്, ആക്ടിവിറ്റി ചെയ്യുന്നത്.
ആക്ടിവിറ്റീസ് എന്താണ് അവര് എക്സ്പീരിയൻസ് ചെയ്താണ് അല്ലെ, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നത്. പിന്നെന്താണ് ഇത്തരം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത്തരം അപ്പാരറ്റസ് കുട്ടികളുടെ എന്തിനെല്ലാം ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെന്റൽ ഡെവലപ്മെന്റ്. മെന്റൽ ഡെവലപ്മെന്റ്. അതായത് ഈ അപ്പാരറ്റസ് എല്ലാം എങ്ങനെയാണ്, എല്ലാ സെൻസസും സെൻസോറിയൽ ആണ്, എല്ലാ സെൻസസും യൂസ് ചെയ്ത് അവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പുതിയ നോളജ് അറിയാനുള്ള അത്തരത്തിലാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തൊട്ടു നോക്കി മനസ്സിലാക്കാം, അതിന്റെ ടെക്സ്ചർ മനസ്സിലാക്കാം തൊട്ടു നോക്കി. പിന്നെ എങ്ങനെയാണ് പിടിച്ചു നോക്കി അതിന്റെ വലിപ്പം സൈസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം? റോൾ ആൻഡ് ഷോട്ട്, എന്തോ സൈസസ് നോക്കിയിട്ട് ബിഗ് ആണോ നോക്കി ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് പഠിക്കുന്നുണ്ട് അവരല്ലേ. പിന്നെയുള്ള അപ്പാരറ്റസ് എന്താ? സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ നോക്കി. സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഡിഫറെന്റ് കളേഴ്സ് പഠിക്കാനായിട്ട്, കൗണ്ട് ചെയ്യാനായിട്ട്, അങ്ങനെ പലതരം എബിലിറ്റീസ് ഡെവലപ്പ് ആവുന്നുണ്ട് കുട്ടികളിൽ. ഓക്കെ, അവരുടെ ഡെവലപ്മെന്റ് ഏത് ഡെവലപ്മെന്റ് ആണോ ബിൽഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള അപ്പാരറ്റസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ഈ ചൈൽഡ്ഹുഡ് പീരീഡില് അവർ കൂടുതലും ടേക്ക് കെയർ ചെയ്യുന്നത് ആരുടെ പ്രസൻസാ കൂടുതൽ ഉണ്ടാകുന്നത്? പാരന്റ്സിന്റെ ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ആകാം. അപ്പോൾ അതിനനുസരിച്ച് അവർ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ സ്കില്ലുകൾ വളർത്താൻ ആവശ്യമായ ആ പ്രായത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, അവരുടെ പ്രായത്തിൽ അവർ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പ്രായത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. വീട്ടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് ആര് പറയുന്നത്? മോണ്ടിസോറി പറയുന്നത്. പ്രായം വെരി ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്തരം ആക്ടിവിറ്റീസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കുട്ടികളുടെ അവരുടെ കഴിവുകൾ സ്വയം വികസിപ്പിക്കാനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ കഴിവുകൾ അവർക്ക് തന്നെ കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം മോണ്ടിസോറിയിൽ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെ, ഇൻഡയറക്റ്റ് വേ ആണ്. നമ്മൾ സ്കൂളിൽ ഫോളോ ചെയ്തു വന്ന രീതിയല്ല. ഡയറക്റ്റ് ആയിട്ട് ഇപ്പോ സൈസ് ഇതാണ് അല്ലെങ്കിൽ ബിഗ് ഇതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല. അവർ സ്വയം അതിനെന്താണ് ഇവാലുവേറ്റ് ചെയ്ത് സ്വന്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ? ഈ സ്റ്റേജസ് ആൻഡ് ഫോർമേറ്റീവ് പ്ലെയിൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആക്ഷൻ സോങ് എല്ലാവരുടെയും കഴിഞ്ഞതല്ലേ? ആരെങ്കിലും ഉണ്ടോ ഇനി ചെയ്യാനായിട്ട്? രാഖി ചെയ്യാനുണ്ടോ? രാഖി ആക്ഷൻ സോങ് ചെയ്തതാ മാം. ആക്ഷൻ സോങ് കഴിഞ്ഞവർക്ക് റോൾ പ്ലേ ചെയ്യാം. റോൾ പ്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരൊക്കെയാ റോൾ പ്ലേക്ക് റെഡി ആയിരിക്കുന്നത്? ആക്ഷൻ സോങ് കഴിഞ്ഞവർക്ക് റോൾ പ്ലേ ചെയ്യാം. 14 മാം ഞാൻ ആക്ഷൻ സോങ്ങിന് റെഡിയാ. അമൃത. ഓക്കെ അമൃത. ഓക്കെ അമൃത സ്റ്റാർട്ട്. ഒരു മിനിറ്റ് മിസ്സേ. ഓക്കെ. അപ്പോഴത്തേക്ക് ഞാൻ ചെയ്യട്ടെ മാം ആക്ഷൻ സോങ്? ഓക്കെ ആൽഫ. ചെയ്തു. ഓക്കെ അമൃത. Welcome to my home, my family and me. In the living room, I watch TV. In the bathroom, I take a shower. In the kitchen, I cook good food. In the dining room, I have my breakfast. In the bedroom, I'm going to sleep. അത്രയുള്ളൂ മിസ്. അമൃത ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാം? കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം? കുട്ടികൾക്ക് നമ്മുടെ വീടിനകത്തുള്ള ഡൈനിങ് റൂമിനകത്ത് എന്താ പ്രത്യേകത, അവിടെ ഇരുന്ന് എന്താ ചെയ്യാ, ചെയ്യുന്നത് അല്ലേ? കിച്ചണിന്റെ പ്രത്യേകത എന്താണ്? കിച്ചണിന്റെ പ്രത്യേകത, ബെഡ്റൂമിന് നമ്മ എന്തിനാ ബെഡ്റൂം യൂസ് ചെയ്യണേ,
ബാത്റൂം എന്തിനാ യൂസ് ചെയ്യണേ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അമൃത, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, ദെൻ ആൽഫ. Okay, ma'am. ഓക്കെ, How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you, ma'am. ആൽഫ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തായിരുന്നില്ലേ? ഇല്ല മാം, ഞാൻ ആക്ഷൻ സോങ് ചെയ്തില്ല. ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഇല്ല. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തു. അപ്പൊ കുട്ടികൾ എന്തൊക്കെ പഠിപ്പിക്കാം ഇതിലൂടെ, ഈ ആക്ഷൻ സോങ്ങിലൂടെ കുട്ടികൾ എന്തൊക്കെ പഠിപ്പിക്കാം? ആൽഫ, അമൃത മ്യൂട്ട് ചെയ്തോളൂ അമൃത പ്ലീസ്. കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം അല്ലേ? ഓക്കെ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ ആക്ഷൻ സോങ്? ശരണ്യ ചെയ്തതാണോ? ഞാൻ ഈ സോങ് തന്നെ ആയിരുന്നു മാം ചെയ്തത്. ഓക്കെ, ഇപ്പൊ ആൽഫ ചെയ്തത് തന്നെയായിരുന്നു, ചെയ്തതായിരുന്നു നേരത്തെ. ലിൻഡ. യെസ് മാം. ലിൻഡ ചെയ്തതായിരുന്നോ? അല്ല, ഇല്ല, മിസ്സിന്റെ ക്ലാസ്സിൽ ചെയ്തില്ല. ഓക്കെ ലിൻഡ ചെയ്തോളൂ. റെഡി അല്ലേ ഇപ്പോ? ഓക്കെ ചെയ്യാം. ലിൻഡയല്ലേ നമ്മുടെ ആ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുക, പേപ്പർ ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയത്, പേപ്പേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അല്ലേ? യെസ് മാം. ഓക്കെ ലിൻഡ, ആക്ഷൻ സോങ് ചെയ്തോളൂ. Clap your hands, listen to the music, clap your hands. Stamp up feet, listen to the music, stamp up feet. Turn around, listen to the music, turn around. Jump up high, listen to the music, jump up high. Thank you, ma'am. ലിൻഡയെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടല്ലോ അവിടെ? ഓക്കെ ലിൻഡ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏതോ ഒരു ലൈൻ മിസ്സായി പോയെന്ന് തോന്നുന്നു അല്ലേ? ടാപ്പ് യുവർ ഫീറ്റ് എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ? ദെൻ വേറെ ആരാ ഉള്ളത്? ആക്ഷൻ സോങ് കഴിഞ്ഞവർക്ക് റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. റോൾ പ്ലേ. റോൾ പ്ലേക്ക് റെഡിയാണ് മാം. ഓക്കെ ആൽഫ. Subject: after effects of drinking and smoking. Place: a sunny afternoon in the park. Tom: what a beautiful day, isn't it? Ben: yeah, perfect weather for hanging out in the park. Tom: I agree. Hey Ben, I want to talk to you about something. Ben: yes, of course. What's the matter? Tom: I have noticed that you have been drinking and smoking more often lately. I am a bit concerned about the impact it might have on your health. Ben: oh really? I didn't realize it was that noticeable. Tom: yeah, I just want you to be mindful of your well-being. Drinking, smoking, and taking of drugs can have serious long-term effects, you know. Ben: according to me, it's just nice to unwind with the drinks or have a smoke. Tom: no Ben, it's not good for your health, and remember about your family. Ben: even if I am ready to stop, but my mind will not make it possible. I want to get rid of this, but I can't. Tom: I understand. Moderation is the key.
And there are plenty of other ways to relax and enjoy yourself without resorting to alcohol and drugs. Ben, you are right. But how can I make it possible? Tom, I will help you. Don't worry. Exercise and meditation are examples. Ben, I should probably cut back a bit and focus on healthier activities. Tom, exactly. We can go for hikes, bike rides, or even just have a picnic in the park without the need of drinking, smoking, and drugs. Ben, that sounds like a great idea. Thank you for looking out for me. Tom, I just want to make sure you are taking off yourself because you are my best friend. Ben, thank you, my dear. They share a smile and continue enjoying their day in the park with a new found on healthier habits. Conclusion: this roleplay emphasizes the importance of maintaining a healthy lifestyle and offers alternative outdoor activities as a way to relax and unwind without relying on drinking, smoking, and drugs. And we can avoid diseases too. And by exercise and meditation and eating healthy food can make us good human. Thank you. ഓക്കെ അൽഫ, സോഷ്യലി റെലവെന്റ് ഉള്ള ഒരു ടോപ്പിക്കാ സെലക്ട് ചെയ്തത്, പക്ഷെ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. പിന്നെന്താ, സ്ട്രെസ് ചെയ്യേണ്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ, നമ്മൾ പോസ് എടുക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്, അവിടേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോയി. നമുക്ക് റീഡ് ചെയ്യുന്ന ഫീലാ തോന്നിയത്. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിക്കണം എന്ന്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. സൗണ്ട് മോഡുലേഷൻ ഒക്കെ കുറച്ച് ശ്രദ്ധിക്കണം. ഈ സിൻഡിറ്റ് അത് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു യു നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് സാധാരണ പറയുന്ന പോലെ പറഞ്ഞു പോയി കേട്ടോ. നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണം. ഓക്കെ അൽഫ. Okay, ma'am. ഓക്കെ ബൈ. ദെൻ പിന്നെ ആരാ? മാം ഞാൻ റോൾ പ്ലേക്ക് റെഡിയാ. അമൃത. ഓക്കെ അമൃത. മൈക്ക് ഓൺ ആക്കട, മൈക്ക് ഓഫ് ആണ്. സോറി മാം, ബാഡ് ഹാബിറ്റിനെ പറ്റി പറയുന്നത്. ഇൻ ഹൗസ് ക്യാരക്ടേഴ്സ്, മദർ ആൻഡ് ഹിസ് സൺ അപ്പു, അപ്പു's friend. One day, the money kept by the mother at home goes missing. Amma asked Appu. He said he didn't take it. Appu's friend called mother on the phone and then said, Mother, Appu brought money to school today. Appu and his friends were seen walking around the shop. Sorry, Miss Mohan Bahalam Bakand. ഓക്കെ. When I asked where you got the money from, he didn't tell me. Mother will tell his friend. Okay, let me ask. Amma again asked Appu about the missing money. Appu lied again. Mother will say, don't lie to me. That is wrong. Taking something without someone's permission is also wrong. Appu understood mother has understood the truth. He apologized to his mother and will not tell lies from now on, he also says. ഓക്കെ അമൃത, ആൽഫിനോട് പറഞ്ഞ പോലെ തന്നെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി. ആ പോസ് ഒക്കെ എടുക്കേണ്ട, സ്ട്രെസ് ചെയ്ത് പറയേണ്ട ചില ഭാഗങ്ങളുണ്ട്. ആ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി ശ്രദ്ധിച്ചോളാം. ഓക്കെ ഓക്കെ അമൃത. ചില ഭാഗത്ത് എന്താ റേസ് ചെയ്ത് പറയേണ്ട ചില കോൺവെർസേഷൻ ഉണ്ടായിരിക്കാം, ചില എന്താണ് സെന്റൻസ് ഉണ്ടാവും, അവിടെ റേസ് ചെയ്ത് പറയണം. സൗണ്ട് ഉയർത്തി പറയേണ്ടത് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടതാണെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയണം. പിന്നെന്താ, പോസ് എടുക്കണമെങ്കിൽ ഒരു ക്യാരക്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാരക്ടറിലോട്ട് പോകുമ്പോൾ ചെറിയൊരു പോസ് എടുക്കാം. ഓക്കെ, ചെറിയൊരു ബ്രേക്ക്, ഒരു സൈലന്റ് ആവാം അവിടെ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ നെക്സ്റ്റ് ക്യാരക്ടർ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൗണ്ട് മോഡുലേഷൻ, അതേപോലെ സൗണ്ട് മോഡുലേഷൻ ശ്രദ്ധിക്കണം. ഓരോ സെന്റൻസ് എന്താണ് പറയുമ്പോൾ സൗണ്ട് മോഡുലേഷൻ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചോദിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ അങ്ങനെ വേണം നമ്മൾ റോൾ പ്ലേ ചെയ്യാനായിട്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ റോൾ പ്ലേ ചെയ്യാം. പേരെന്താ? സഫിയ. എന്തോ? സ്റ്റെഫിയ? സഫിയ. സഫിയ. ഓക്കെ സഫിയ. സഫിയ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എന്നിട്ട് ചെയ്തോളൂ. ഓക്കെ. ഞാനും ഒരു കുട്ടിയായിട്ടുള്ള സംഭാഷണമാണ് കേട്ടോ. അത് ഞാൻ ഹേയ് ആബിദ്, വാട്ട് ആർ യു ഡൂയിങ്? മൈക്ക് ഓഫ് ആയിടാ സഫിയ, മൈക്ക് വീഡിയോ ഓൺ ചെയ്യണോ? വീഡിയോ ഓൺ ആക്കിക്കോളൂ. ഹേയ് ആബിദ്, വാട്ട് ആർ യു ഡൂയിങ്? വൈ യു ആർ സ്മോക്കിംഗ്?
I am just smoking with the friends for fun. You know that what happened your body when you smoke, right? I know just a little health problem, but I will be fine. You will soon get cancer if you this right now, and you will get to earn more addiction so that can ruin your life forever. Tell your friends to stop this right now before something happens. Okay, I won't do this again. വളരെ കുഞ്ഞിതായി പോയല്ലോ സഫിയ. സഫിയ എന്താ പ്രിപ്പയർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു അല്ലെ? ജസ്റ്റ് നോക്കി വായിച്ചതാണ് അല്ലെ? ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ വായിക്കുന്നത് പോലെ തോന്നിയത്. പ്രിപ്പയർ ചെയ്തിട്ടില്ല. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ആദ്യം പ്രിപ്പയർ ചെയ്തതായിരുന്നു, പിന്നെ ഞാനത് അന്ന് പെർഫോമൻസ് അല്ലേ? അന്ന് ഓക്കെ ഓക്കെ. അതിന്റെ ചെറിയൊരു പ്രോബ്ലം തോന്നി അല്ലേ? ഓക്കെ സഫിയ. നെക്സ്റ്റ് മോനിഷ റെഡി ആണോ? മോനിഷ പറയാം മാം. ഓക്കെ. ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ ഒരു കോൺവെർസേഷൻ ആണേ. ഓക്കെ മോനിഷ. ഓക്കെ. Me. Hello Shreya, how are you? Shreya, I am not well. What about you? Me. I am fine too, thank you. What about you? Shreya, nothing serious, but I will very weak. Me. Okay, you are look very sad. You are very careless about your health. Shreya, yes, you are absolutely right. Me. Okay dear, I have a solution. Do physical exercise and meditation daily and only eat healthy food. Do you eat junk food? Shreya, I do not take physical exercise. That's why I feel very weak. Me, if you are taking exercise daily, you won't feel weak and you will keep yourself fit and healthy. Shreya, thank you dear. Love you so much dear. Me, most welcome dear and take care. ഓക്കെ മോനിഷ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ ലീഡ് ചെയ്യാന്നതിനെ കുറിച്ചായിരുന്നു ടോപ്പിക് അല്ലേ? നന്നായിട്ട് ചെയ്തു. ഓക്കെ. ആ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ. നന്നായിട്ട് സൗണ്ട് മോഡുലേഷൻ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണെന്ന് ക്ലിയർ ആകുന്നുണ്ട്. ഓക്കെ മോനിഷ. ഓക്കെ, ദെൻ ഭാവന, ആർ യു റെഡി? Yes, ma'am. ഓക്കെ ഭാവന. Hello everyone, good evening. Myself Bhavana Ganesh. I am here to perform a role play about the bad effects of smoking. Characters of the role play are Rohan, Aman and Sneha. There are 3 friends. Rohan: friends, I heard smoking also affects our teeth and makes them yellow. Sneha: and it also causes bad breath. No one wants to be near a smoker because of the smell. Rohan: you know smoking affects not only our physical health but also our mental health. Aman: really? How does it affect our mental health? Rohan: studies have shown that smokers are more likely to experience anxiety and depression than non-smokers. Sneha: that makes sense. I have a friend who smokes and he always feels stressed. Aman: and smoking can also interfere with our ability to focus and concentrate. Rohan: exactly. It can affect our memory and decision making skill. Sneha: that's why I am glad I never started smoking. I want to have sharp mind and good mental health. Aman: I agree. And quitting smoking can actually have positive effect on our mental health. I can improve our mood and reduce stress. Rohan: and not only that, but quitting can also improve our physical appearance, our skin, our teeth will look better and will be able to breathe better. Aman: I also heard that smoking could make you addicted and it's hard to quit. Sneha: my uncle tries to quit many times, but he always goes back to smoking. Thank you. ഓക്കെ ഭാവന, എക്സലന്റ്, നന്നായിട്ട് ചെയ്തിട്ടോ. സൂപ്പർ ആയിരുന്നു ഭാവന. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഇനി ആരെങ്കിലും ഉണ്ടോ റോൾ പ്ലേ ചെയ്യാനായിട്ട്? മാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ചെയ്യണോ?
എന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ജിഷ മാമിന്റെ ക്ലാസ്സിൽ ചെയ്തു. ആ ഓക്കെ, ഇപ്പൊ റെഡി ആണെങ്കിൽ ചെയ്തു. One day, my tuition student Nandu asked me about the merits and demerits of mobile phones. മാം, ഞാൻ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻറ്റിന്റെ പേര് എഴുതി ചെയ്തേക്കുന്നേ ഉള്ളൂ കേട്ടെ. ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടിയും ഞാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ ശരണ്യ, കണ്ടിന്യൂ. Nandu. Good evening, teacher. I. Good evening, dear. How are you? Nandu. I am fine, teacher. How are you? I am also fine. Dear. Nandu. Teacher, can I ask a question? Of course. Nandu. Can you tell me about the merits and demerits of mobile phones? Sure. As a human being of the modern world, we can communicate with others by using a mobile at anywhere. It can also be used for other purposes. It is a major source of entertainment for new generation. It can be used for online payments, video calling, online classes, online jobs, and so many merits are also found. Nandu. Yes, teacher. I have used my parents' mobile for watching YouTube and play games. But sometimes my parents disagree to give me mobile phone. Then I thought that why they disagree? Because mobile phones also have some demerits. It creates many diseases like cancer, high blood pressure, etc. Today, many people are addicted to the mobile. Somebody cannot stay without mobile even one day. And pregnant women should not use mobile because of its radiation. It is harmful to the fetus inside her womb. Nandu. Oh, really? Yes, dear. So, you must use mobile only under the control of your parents. Nandu. Okay, teacher. You are right. Thank you for sharing this information. You're welcome, dear. ഓക്കെ ശരണ്യ, നന്നായിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ നന്നായിട്ട് ചെയ്തിട്ടോ. Thank you, ഓക്കെ, ma'am. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. ഓക്കെ, ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ കയറി ആരെങ്കിലും ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാനുള്ളത്? എല്ലാവരും ചെയ്തു. അമൃത, ആൽഫ, ദെൻ മോനിഷ, ഭാവന, ശരണ്യ, പിന്നെ ആരായിരുന്നു ചെയ്തത്? സഫിയ. യെസ് മാം. വേറെ ആരെങ്കിലും ഉണ്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാനായിട്ട്? മാം, ഞാൻ ചെയ്യാം. ജസ്ന. ഓക്കെ ജസ്ന, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, റോൾ പ്ലേ അല്ലേ? അതെ മാം. ഓക്കെ, വേറെ ആരും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? അപ്പൊ ഈ ഡിഫറെന്റ് സ്റ്റേജസ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഓക്കെ, അത് ആരുടെ ഡ്യൂട്ടിയാണ്? കുട്ടികളുടെ പ്രായം ഏത് സ്റ്റേജിലാണെന്ന് അവർ മനസ്സിലാക്കുകയും അവരേത് സ്റ്റേജിലാണ് ഇൻക്ലൂഡഡ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ആക്ടിവിറ്റീസ് എന്തിനു വേണ്ടിയാണ്? കുട്ടികൾ അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് കുട്ടികളെ അനുവദിക്കണം. ഓക്കെ, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ളിൽ അത്തരം ആക്ടിവിറ്റീസ് വെച്ച് അവർക്ക് അവരുടെ സ്വന്തം കഴിവുകൾ കണ്ടെത്താൻ കഴിയും. ഓക്കെ, കുട്ടികൾക്ക് ഈ സ്റ്റേജിലുള്ള കുട്ടികളിൽ എങ്ങനത്തെ മൈൻഡാ ഉള്ളത്? ഇത് എങ്ങനത്തെ പീരീഡ് ആണ്? ഈ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞല്ലോ 0 to 6, അത് എങ്ങനെയുള്ള പീരീഡ് ആണ്? സെൻസിറ്റീവ് പീരീഡ് ആണ്. എന്താ സെൻസിറ്റീവ് പീരീഡിന്റെ പ്രത്യേകത? എന്താ സെൻസിറ്റീവ് പീരീഡ്? നമ്മൾ പഠിച്ചല്ലേ സെൻസിറ്റീവ് പീരീഡ്. പിന്നെന്തായിരുന്നു? അബ്സോർബൻ മൈൻഡ്. ഓക്കെ, സെൻസിറ്റീവ് പീരീഡിന്റെ പ്രത്യേകത എന്താ? മാറിക്കൊണ്ടിരിക്കും എന്നാണ്.
ഇതൊരു ലിമിറ്റഡ് ഡ്യൂറേഷൻ ആണ്, ഒരു ചെറിയ കാലഘട്ടത്തേക്കാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഈ പീരീഡില് കുട്ടികളുടെ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും അവര് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്? ഓക്കെ മുബീന, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ വളരെ കൂടുതലാണ്. ഇപ്പൊ ലാംഗ്വേജ് പഠിക്കാനായിക്കോട്ടെ. അതുകൊണ്ടാണ് കുട്ടികൾ എന്താണ് അവരുടെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ്, ഇൻഫാൻസി സ്റ്റേജ് മുതൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വളരെ പെട്ടെന്നുള്ള ഗ്രോത്ത് അല്ലേ? ഫിസിക്കൽ വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ വൈസ് ആയിക്കോട്ടെ, എങ്ങനെയാണ്? പെട്ടെന്നാണ്. എല്ലാ വളർച്ചയും എങ്ങനെയാണ്? ഇന്റൻസ് ഉള്ളതാണ്. പിന്നെ എങ്ങനെയാണ്? സ്പീഡിലാണ് സംഭവിക്കുന്നത് അല്ലെ? പെട്ടെന്ന് സ്പീഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ ഡെവലപ്മെന്റും സംഭവിക്കുന്നത്. അങ്ങനെയാണോ? അവരെല്ലാതും നന്നായിട്ട് നിരീക്ഷിച്ച് അത് ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും, സ്പോഞ്ച് പോലെ. കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത് അബ്സോർബൻ മൈൻഡ് ആണ്. കുട്ടികൾക്ക് ഈ സ്റ്റേജിൽ എങ്ങനെയാണ്? അബ്സോർബൻ മൈൻഡ് ആണ്. ലൈക്ക് എങ്ങനെയാണ്? എല്ലാ കാര്യങ്ങളും കുട്ടികൾ അവരുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് എ സ്പഞ്ച്. ഓക്കെ, സ്പഞ്ച് പോലെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും അതിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതില് അല്ലെങ്കിൽ അവരുടെ ഓരോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് അവരുടെ ചുറ്റുപാടുകൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ അവന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം, അവന്റെ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ ആയിക്കോട്ടെ, അവന്റെ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, അവൻ ഇടപഴകുന്ന ആളുകളായിക്കോട്ടെ, അതെല്ലാം അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കാം? മറ്റുള്ളവരെ അനുകരിക്കും, വീട്ടിലുള്ളവരെ തന്നെ അനുകരിക്കും. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്താ ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ? ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാ? മറ്റുള്ളവരെ കണ്ടാണ്, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്താണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാ? നമ്മുടെ ചുണ്ടനങ്ങുന്നത് നോക്കി നോക്കിയാണ് അവർ ഓരോ വേർഡുകളും പഠിക്കുന്നത് അല്ലേ? നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവർ ക്യാച്ച് ചെയ്യുന്നതും ഗ്രാസ്പ് ചെയ്യുന്നതും. ഓക്കെ, അതാണ് തിരിച്ചവർ പറയുന്നത്. അവരെന്തൊക്കെയാണോ കാണുന്നത്, എന്തൊക്കെയാണോ കേൾക്കുന്നത്, അത് തന്നെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണോ കുട്ടികള്? കുട്ടികൾ എങ്ങനെയാണ്? ചെറിയ പ്രായത്തിലുള്ള കുട്ടികള് നോളജ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാ? ഓക്കെ മുബീന, പറയൂ എങ്ങനെയാണ്? അവര് സറൗണ്ടിങ്സിന്, എൻവയോൺമെന്റ്, ഫാമിലി ആണെങ്കിൽ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനെ നോക്കിയിട്ട്, സ്കൂൾ ആണെങ്കിൽ ടീച്ചേഴ്സിനെയും മറ്റു കുട്ടികളുടെ ചെയ്യുന്നതും അതൊക്കെ നോക്കിയിട്ടൊക്കെ ആവും അവര് പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഓക്കെ മുബീന, കണ്ടിന്യൂ. എന്താണ് അവരുടെ പിന്നെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചെറിയ കുട്ടികളതാണെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യും. ഇപ്പം വലിയവരാണെങ്കിൽ അത് ചിലപ്പം സങ്കടം വന്നാൽ അത് പിടിച്ചു നിൽക്കും. പക്ഷെ കുട്ടികൾ അങ്ങനെ ആവില്ലല്ലോ. അങ്ങനെയല്ല. ഇമോഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? പലതരം ഇമോഷൻസ് കുട്ടികളിൽ കൂടുതലായിരിക്കും. ആ ഇമോഷൻസിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? വളരെ ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്തെങ്കിലും വേണ്ടി വാശി പിടിച്ച് കരയുന്ന കുട്ടിയാണെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം എന്താ, കുട്ടി സന്തോഷത്തോടെ കളിക്കുന്നത് കാണാം. അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്? ഫ്രീക്വന്റ്ലി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫിക്സഡ് ഇമോഷൻ അല്ല. ക്ലിയർ ആകുന്നുണ്ടോ? ഇമോഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇമോഷൻസ്, ആ വരുന്ന ഇമോഷൻ എങ്ങനെയായിരിക്കും? ഇന്റൻസ് ആയിരിക്കും, തീവ്രതയുള്ള ഇമോഷൻസ് ആയിരിക്കും. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും, ചിലപ്പോൾ ഒരു മിഠായിക്ക് വേണ്ടിയായിരിക്കാം, എങ്ങനെ അവർ പ്രതികരിക്കും? വാശി പിടിച്ച് ഭയങ്കര ഉച്ചത്തില് കരഞ്ഞ് മാസീവായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, പക്ഷെ ഒരു അഡൽട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ആ സമയത്ത് ബിഹേവ് ചെയ്യുന്നത്? ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വാശി പിടിക്കും. അവർക്ക് എന്തറിയാം? ആ സിറ്റുവേഷനെ കുറിച്ച് അവർ അവെയർ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാല് എങ്ങനെ റിയാക്ട് ചെയ്യണം? ഓക്കെ, ഇമോഷൻസ് റിയാക്ട് ചെയ്യേണ്ട കാര്യത്തിനാണെങ്കിൽ അവർ റിയാക്ട് ചെയ്യും. എന്താ, കൺട്രോൾ ചെയ്യണമെങ്കിൽ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അവർ കൺട്രോൾ ചെയ്യാനും അഡൽട്ടിന് കഴിയും. പക്ഷെ കുട്ടികൾ എങ്ങനെയാണ് ഇമോഷൻസിന്റെ കാര്യത്തില്? കുട്ടികൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും കുട്ടികൾ എങ്ങനെയാണ്? മാസീവായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഫ്രീക്വന്റ്ലി ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ എന്തൊക്കെ പ്രത്യേകതകളാ ഉള്ളത്? എല്ലാ ഇമോഷൻസും കുട്ടികൾ എവിടെന്നാ പഠിക്കുന്നത്? അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാ? ഇമോഷൻസ് ആയിക്കോട്ടെ, അവന്റെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അവന്റെ ലാംഗ്വേജ് ആയിക്കോട്ടെ, അവന്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാ? അവന്റെ സറൗണ്ടിങ്സ് ആണ്, അവന്റെ ചുറ്റുപാടാണ്. ആണോ? കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത് എവിടെ നിന്നാ?
ഓക്കെ, ശരണ്യ ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാ കുട്ടികള്? എങ്ങനെയാ വീട്ടിൽ നിന്നുള്ള പാരന്റ്സ് പറഞ്ഞോളൂ, എന്താണ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ശരണ്യ. മുബീന, എങ്ങനെയാണ് കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത്? ലാംഗ്വേജ് കുട്ടികളിൽ എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്? വീട്ടിൽ നിന്നും അതുപോലെ ഇപ്പൊ ഓരോ കാർട്ടൂൺ അങ്ങനെയുള്ള മീഡിയാസിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട്സിൽ നിന്ന് ഇപ്പം വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടി അവരുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ കുട്ടികൾ അതിൽ നിന്ന് സംസാരിക്കും. അതുപോലെ ഇപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഇപ്പൊ സെർവൻസോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമെ ഉള്ളതാണെങ്കിൽ കുട്ടികൾ അവരുടെ അടുത്ത് നിന്നും ലാംഗ്വേജ് പഠിക്കും. അവന്റെ ചുറ്റുപാട്, അവൻ എന്താണോ കാണുന്നത്, കേൾക്കുന്നത്, അതാണ് അവൻ പഠിക്കുന്നത്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ വായന ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, പുതിയ വാക്കുകൾ പഠിക്കാനായിട്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ, ഇൻഫാന്റ് സ്റ്റേജിൽ എങ്ങനെയാണ്? കുട്ടികൾക്ക് വേർഡ്സുകളൊന്നും അറിയില്ല. അവർ നമ്മൾ പറയുന്ന ഓരോ വേർഡുകളും ക്യാച്ച് ചെയ്ത് എന്താണ് സ്ലോലി ആണ് സെന്റൻസ് ഫോർമേഷൻ ചെയ്യാനായിട്ട് പഠിക്കുന്നത് അല്ലേ. ഒരു സെന്റൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് സ്ലോലി ആണ്. ആദ്യം എന്താ കുട്ടികൾ പഠിക്കുന്നത്? ഇങ്ങനെ വേർഡ്സുകളാണ് അല്ലേ. നമ്മൾ കാക്കയെ കാണിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ അവർ കാക്ക, നമ്മൾ എന്താണോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത് അവരുടെ മൈൻഡിൽ സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കുട്ടികൾ എന്താണ് ഓരോ വാക്കുകൾ പഠിക്കുന്നത്. പിന്നീടാണ് ഈ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയാനായിട്ട് അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അവരുടെ ഓരോന്നും ആവശ്യപ്പെടാൻ തുടങ്ങും. ഓക്കെ, ഈ ഓരോ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങും. ഓക്കെ, സ്ലോലി ആണ്. കൂടുതൽ വാക്കുകൾ, എത്രത്തോളം വാക്കുകൾ അവൻ കളക്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് അവനിൽ ലാംഗ്വേജ് ബിൽഡായി വരുന്നത്. അങ്ങനെയാണോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താ അങ്ങനെ തന്നെയാണോ ലാംഗ്വേജ് ബിൽഡ് ആകുന്നത്? ഓക്കെ, പിന്നെന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇമിറ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലേ, കുട്ടികൾ എങ്ങനെയാ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ കുട്ടികളുടെ എന്താണ് അബ്സോർബൻ മൈൻഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ 0 to 6 ഫസ്റ്റ് പീരീഡിൽ കുട്ടികളുടെ മൈൻഡ് എങ്ങനെയായിരിക്കും? അബ്സോർബൻ മൈൻഡ് ആയിരിക്കും. അതായത് അവൻ കാണുന്ന, അവന്റെ ചുറ്റുപാടും കാണുന്ന എല്ലാം അവൻ എന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യുകയും അവൻ ഒബ്സർവ് ചെയ്യുകയും, എന്താണ് അവന് ചീത്ത ഏതാണ്, റൈറ്റ് ഏതാണ്, റോങ് ഏതാണെന്ന് അറിയില്ല. അവന് കാണുന്നതെല്ലാം റൈറ്റ് ആണ്, അതെല്ലാം അവൻ അബ്സോർബ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ പറഞ്ഞു ഈ പീരീഡ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് പീരീഡ് ആണെന്ന് പറഞ്ഞു. എന്താ സെൻസിറ്റീവ് പീരീഡ്? ഒരു ലിമിറ്റഡ് ഡ്യൂറേഷൻ ആണ്, ഒരു ചെറിയൊരു കാലഘട്ടമാണ്, ചെറിയൊരു പീരീഡ് ആണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഈ പീരീഡില് കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ആ കപ്പാസിറ്റി ഇത്തരം പീരീഡിൽ കൂടുതലാണ്. ഇതിനെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞു? 4 പീരീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 പീരീഡ്സോട് കൂടി ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് നമുക്ക് ഓരോ പീരീഡ് ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഓരോ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്, സെക്കൻഡ് സ്റ്റേജ് ഏതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എന്താണ് ഗ്രോത്തിന് 2 സ്റ്റേജസ് ഉണ്ടെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 2 സ്റ്റേജസ്? Childhood and adult stage. അഗെയിൻ ഈ ചൈൽഡ്ഹുഡിനെയും അഡൽട്ട്ഹുഡിനെയും എന്താണ് 4 പിന്നെയും 4 പീരീഡിലോട്ട് 4 പീരീഡിലോട്ട് ഒരു കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പീരീഡ് അറിയപ്പെടുന്നത് ഏതാണ്, എങ്ങനെയാണ്? formative phase. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഫസ്റ്റ് 2 പീരീഡും ഇൻക്ലൂഡഡ് ഏത് സ്റ്റേജിലാണ്? അതായത് 0 to 12 ചൈൽഡ്ഹുഡ് സ്റ്റേജിലാണ് അറിയപ്പെടുന്നത്, ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. പിന്നെ അഡൽട്ട്ഹുഡ് സ്റ്റേജിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ഏതൊക്കെ പീരീഡ് ആണ്? തേർഡ് ആൻഡ് ഫോർത്ത് പീരീഡ്. ഓക്കെ, വിച്ച് ഈസ് 12 to 18 and 18 to 24. ഓക്കെ, ക്ലിയർ ആണല്ലോ. Yes, ma'am.
അപ്പോൾ ടീച്ചേഴ്സിന്റെയും അല്ലെങ്കിൽ പാരന്റ്സിന്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ് മനസ്സിലാക്കുകയും ആ പ്രായത്തിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജസ്, ഓരോ സ്റ്റേജസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? Okay, ma'am. Okay, Thank ma'am. you. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Good night, ma'am. Thank you. Good night.